കാസർഗോഡ് എറണാകുളം റെയിൽവേ സ്റ്റേഷൻ പോകുന്ന നടു റോഡില് ഫ്രീ ആയിട്ട് മസാജ് സെന്റർ ഓപ്പൺ ആയത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ബാ ഞാൻ കാണിച്ചു. ഇവിടുത്തെ നാട്ടുകാരോട് ഇവിടുത്തെ റോഡിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കാം. വെയിൽ വരുമ്പോ പൊടി പോയിട്ട് പാർച്ച് ശ്വാസം മുട്ട് പോലെയാണ്. എന്താ നേരോട് പറഞ്ഞത്? രാവിലെ തുടങ്ങിയെങ്കിൽ വൈകുന്നേരം. ഞങ്ങൾ റിക്ഷക്കാർ എന്ന് പറഞ്ഞാൽ ഒരു നേരം പോകുന്നതല്ല. രാവിലെ 9 മണിക്ക് തൊട്ടെങ്കിൽ രാത്രി 9 മണിയോളം ഞങ്ങൾ ഇതിൽ അധ്വാനിക്കുന്നത്. ഇതേ റോഡില് വേറെ റോഡില്ല ഞങ്ങൾക്ക്. കാസർഗോഡ് ഇതിലെ പോകുന്നുണ്ടെങ്കിൽ ടൗണിലേക്ക് പോകുന്നുണ്ടെങ്കിൽ രാവിലെ തുടങ്ങിയ വൈകുന്നേരം ഇതേ റോഡ് ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താവും? നടും കാലും ഒയ്യുന്നില്ല. അതല്ലാണ്ട് ഈ റോഡ് പണിയെടുത്തത് എല്ലാവർക്കും അറിയും. എല്ലാ ചാനലിലും വന്നിന്, എല്ലാ ഇതിലും സംഭവം വന്നിന്. റോഡ് പണിയെടുത്തിട്ട് 2 ദിവസത്തിന്റെ ഉള്ളിൽ മഴ വന്നപാട് പോയിട്ട് പോയ റോഡാണ്. പണിയെടുക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ രാത്രി മഴ വന്നിട്ട് അവ പിറ്റേന്ന് രാവിലെയാണ് ഒരു പണി തുടങ്ങിയത്. ഈ മഴന്റെ കാരണം വെച്ചിട്ടാണ് ഇവരിങ്ങനെ പറഞ്ഞത്. മഴ പെയ്തിട്ട് ഇങ്ങനെ ആയത്, മരത്തിന്റെ ചില്ലി വീണിട്ടാണ് റോഡ് ഇങ്ങനെ ആയത് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇത് ഒരു ദിവസം എന്തെങ്കിലും വണ്ടി ഓടിയാലേ നമുക്കൊന്ന് ജീവിക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് വഴിയില്ല. വൃത്തികെട്ട ഒരു റോഡ് ഇത് ഉണ്ടാക്കിയ എഞ്ചിനീയർ ആദ്യം നമുക്ക് പിടിച്ചിട്ട് കംപ്ലൈന്റ് കൊടുക്കണം. എന്താ വെച്ചാൽ അത്ര മനോഹരമായ റോഡായിരുന്നു. ഇപ്പൊ ഇതിങ്ങനെ പൊട്ടിപ്പൊടിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ ഇതിന് കാരണം ആ എഞ്ചിനീയർ തന്നെ. എന്താ വെച്ചാൽ ഒരൊറ്റ മഴയ്ക്ക് ഇത് ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ എത്ര വൃത്തികെട്ട റോഡായിരിക്കും ഇത്. ഇവിടെ ഇപ്പൊ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ റോഡിന് അത്ര ബ്ലോക്ക് ഇപ്പൊ കാസർഗോഡ് ഏടെ ഉണ്ടാവില്ല. അത്രയും ബ്ലോക്കാണ്. ഒരു മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനോ ഒന്നും സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. ബ്ലോക്കും പൊടിയും അസുഖവും എല്ലാവർക്കും. ഈ ഭാഗത്ത് ഇപ്പൊ ഈ റോഡിന്റെ ഈ സൈഡിലുള്ള ഷോപ്പുകാർക്കും എല്ലാവർക്കും എല്ലാം മൊത്തം അസുഖം കാര്യങ്ങളും പൊടി പാറിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. വല്ലാത്ത ബുദ്ധിമുട്ട്. ഇത് സത്യം പറഞ്ഞെങ്കിൽ ഗവൺമെന്റിന്റെ ഇത് കയ്യിലെത്തിച്ചിട്ടായിട്ട് ഇത് ചെയ്ത എഞ്ചിനീയേഴ്സായിട്ട് അവരോട് ഇതിനോട് കൃത്യമായിട്ട് ഒരു നടപടി എടുക്കാൻ പറയാം. പോലീസ് സ്റ്റേഷൻ ഉണ്ട്, 2-3 ഹോസ്പിറ്റൽ ഉണ്ട്, കുറെ ബാങ്ക്സ് ഉണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന റോഡാണ്. ഇപ്പൊ ഒരു എമർജൻസി എന്തെങ്കിലും ഒരു വണ്ടി വരുന്നത് ഫുള്ള് ബ്ലോക്കാണ്. ഇതുപോലും നടപടി എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. റോഡിന് പ്രശ്നത്തിലായിട്ട് ഒരു സ്റ്റാൻഡ് സ്പ്രിംഗ് എല്ലാം പോകുന്നതായിട്ട് ഇത് എപ്പം നന്നാക്കി അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. 5-6 മാസമായി ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അധികാരികള് ഇത് കാണാതിരുന്നതാന്നറിയാലോ. അതുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റി അധികാരികളാ ഈ റോഡ് അതോറിറ്റിന്റെ അധികാരികൾ കാണുന്നില്ലെങ്കിൽ ഇവിടേക്കുള്ള ഒരു സംവിധാനം നിങ്ങൾ കാണണം. ജില്ലാ അധികാരി അറിയിച്ചിട്ടുണ്ട്, PWD അറിയിച്ചിട്ടുണ്ട്, മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട്. ഏതൊരു നടപടിയും ഉണ്ടായിട്ട് ഇതുവരെ പൊടിശല്യം മൂലം ആർക്കും ഈ കച്ചവടം നടത്താനോ മറ്റു പ്രവർത്തനം നടത്താനോ ആർക്കും പറ്റുന്നില്ല അവസ്ഥയാണ്. ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് ഇത് നടക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് തലൊമ്പലത്തിന്റെ മരുന്ന് മേങ്ങാൻ പോകണം, അതിന്റെ ഒക്കെ നടുനൊമ്പലത്തിന്റെ മരുന്ന് കൂടി മേങ്ങേണ്ടി വരുന്നത് ആ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കാസർഗോഡത്തെ അവസ്ഥ.